നമുക്ക് മുരിങ്ങ ഇല എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. സ്കിന്നിനായാലും ഹെയറിനായാലും നമുക്ക് യൂസ് ചെയ്യാം. കൂടുതലും ആൾക്കാർ ഇത് ഹെയറിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുരിങ്ങ മരം ഒരെണ്ണം വെട്ടിപ്പോയി ഒത്തിരി ഇല കിട്ടി. അപ്പോൾ അത് പറിച്ച് അത് പൊടിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അയേൺ, സിങ്ക്, അമിനോ ആസിഡ്, ഇത് ഹെൽത്തി ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ വൈറ്റമിൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A, B, C ആൻഡ് E, ഇത്രയും കാര്യങ്ങൾ, അതായത് ഹെയറിൻ്റെ ഫോളിക്കൽസ് ഉണ്ടല്ലോ, മുടി വളരുന്നത്, അതിനെ തുറക്കാനും മുടി ഗ്രോത്തിനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ അമിനോ ആസിഡ് ഒരു കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിന് ഗുണമുള്ള ഒരു കാര്യമാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇരിക്കും. അപ്പോൾ മുടിയൊക്കെ നല്ല ഫ്രഷായിട്ടും അല്ലെങ്കിൽ ഒരു നല്ല സോഫ്റ്റായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയറിന് ബ്രേക്കേജ് കുറയും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹെയറിന് വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെല്ലിൽ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഈ മുരിങ്ങയില പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പമായാലും അടിച്ച് നമുക്ക് തലയിൽ പുരട്ടാം. ഇനി ഈ മുരിങ്ങയില ഡ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്തെടുക്കാം. പക്ഷേ ശ്രദ്ധിക്കണം, ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓയിലുകളാവരുത്. കോക്കനട്ട് ഓയിൽ ബെസ്റ്റാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ പൗഡർ അല്ലാതെ ഫുൾ ലീഫ് തന്നെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട്, ഓയിലിലേക്ക് ഇട്ടത്, എന്നിട്ട് ആ ബോട്ടിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അതായത് വെള്ളം തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട്, ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഒത്തിരി നേരം അത് മൂടി വെക്കണം. എന്നിട്ട് അത് ഇൻഫ്യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ വെയിലത്ത് കുറച്ച് ദിവസം, 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഇൻഫ്യൂസ് ചെയ്തെടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഗ്രോത്തിന് തന്നെയല്ല, നമുക്ക് നിര കുറയ്ക്കാനും, അതായത് നമ്മൾ പാക്കുകൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഓയിലിനേക്കാളും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഈ പാക്കുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടി മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക, സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഷാമ്പു കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഉലുവ നമുക്ക് അരച്ച് ചേർക്കാം. അലോവേറ ജെല്ല് ഞാൻ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും ഫ്രൂട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്ലാക്സീഡ് ജെല്ലായാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്കിന്നിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇത് സ്കിന്നുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ സ്കിന്നിനും ആവശ്യമുള്ള സാധനമാണ്. അതായത് വൈറ്റമിൻ A, C, E ഒക്കെ. അപ്പോൾ മെയിനായിട്ട് ഇത് ഇങ്ങനത്തെ ഹെർബ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക്, സ്കാർസ് ഉള്ളവർ, അവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പൊടി മറ്റേ അലോവേറ ജ്യൂസിലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിനീരിലോ ഒക്കെ ചാലിച്ചിട്ട്, റോസ് വാട്ടറിലൊക്കെ ചാലിച്ചിട്ട് മുഖത്തിട്ട് കൊടുത്താലും സ്കിന്നിന് ഒത്തിരി നല്ലതാണ്.